കൊല്ലത്തെ APP അനീഷയുടെ ആത്മഹത്യയ്ക്ക് കാരണം മാനസിക പീഡനമെന്ന അനീഷയുടെ മാതാവ് പ്രസന്ന. സഹപ്രവർത്തകർക്കും ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനും പങ്കെന്ന അനീഷയുടെ മാതാവ് മകൾ നേരിട്ടത് കടുത്ത മാനസിക പീഡനമെന്നും DDP വിളിച്ചു വരുത്തി മകളെ അധിക്ഷേപിച്ചതായും അനീഷയുടെ അമ്മ പറഞ്ഞു. എനിക്ക് അവിടെ കോടതിയിൽ വലിയ പ്രശ്നങ്ങളാണ്. ഒരു സന്തോഷമില്ല. ഒരുപാട് ജോലിയും ചെയ്യണം. അപ്പുറത്തെ കോടതിയിലെ ജോലിയും കൂടെ ഏറ്റെടുത്ത് അതും കൂടി ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അവളുടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. ആ സ്റ്റാഫിനെ അപ്പുറത്തെ കോടതിയിലാക്കി അവൾക്ക് DDPക്ക് ദേഷ്യമായി. അയാൾ അങ്ങോട്ട് വിളിച്ച് അനീഷയെ അങ്ങോട്ട് വിളിച്ച ദിവസം അവളടുത്ത് വളരെ ഇതായിട്ട് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് മനപ്രയാസമുണ്ട്, ഇങ്ങനെയൊക്കെ സംസാരിച്ചല്ലേ എന്ന് പറഞ്ഞ് അന്നിങ്ങി പോന്നു. പിന്നെ 19-ാം തീയതി വിളിപ്പിച്ച് അന്ന് ആൾക്കാരെ എല്ലാം മുമ്പ് വെച്ച് ഒരുപാട് ആക്ഷേപിക്കുകയൊക്കെ ചെയ്തു. ഒരുപാട് ആക്ഷേപിച്ചവർക്ക് അന്ന് എൻ്റെ അടുത്തൊന്ന് പറഞ്ഞ്, എനിക്ക് എവിടെ അന്ന് അപ്പോൾ ചാടി ചാവണമെന്ന് തോന്നി, അത്രയ്ക്ക് എന്നെ അയാൾ ആക്ഷേപിച്ചേ എന്ന് പറഞ്ഞു. ഈ DDPയും വേറെ കുറെ പേരും ഉണ്ട്. മിഥുൻ മുരളിയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. മിഥുൻ, DDP ഉൾപ്പെടെയുള്ളവർ, ഡിസ്ട്രിക്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കമുള്ളവർ ഇത്തരത്തിൽ വിളിച്ചു വരുത്തി അധിക്ഷേപിച്ചു എന്ന ആരോപണമാണിപ്പോൾ അനീഷയുടെ മാതാവ് അടക്കമുള്ളവർ ഉന്നയിക്കുന്നത്. കടുത്ത മാനസിക പീഡനം നേരിടേണ്ടി വന്നുവെന്ന് നേരത്തെ സഹപ്രവർത്തകരും വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പോലീസ് അന്വേഷണത്തിന് പുറമെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും പ്രത്യേക അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. വിശദാംശങ്ങൾ. വിഷ്ണു, സഹപ്രവർത്തകർക്കെതിരെയും മേലുദ്യോഗസ്ഥരായ സഹപ്രവർത്തകർക്കെതിരെയും ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനുമെതിരെയാണ് അനീഷയുടെ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. മകൾ നേരിട്ടത് കടുത്ത മാനസിക പീഡനമാണെന്ന് അനീഷയുടെ മാതാവ് പ്രസന്ന പറയുന്നു. DDP വിളിച്ചു വരുത്തി മകളെ അധിക്ഷേപിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത് മകൾക്ക് വലിയ മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായി. ആത്മഹത്യയ്ക്ക് കാരണക്കാരായവരെ കുറിച്ച് ഡയറിയിൽ അനീഷ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അനീഷയുടെ കുടുംബം പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അമിത ജോലിഭാരം അനീഷയെ ഏൽപ്പിക്കുകയും ഇത് അനീഷയ്ക്ക് കടുത്ത സമ്മർദ്ദമുണ്ടാക്കുന്നതിന് കാരണമാകുകയും ഒക്കെ ചെയ്തെന്ന് അനീഷയുടെ മാതാവ് പറയുന്നു. സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് അധിക്ഷേപിക്കുന്ന സാഹചര്യങ്ങൾ നിരന്തരം ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ മൂലമാണ് അനീഷയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അനീഷയുടെ മാതാവിനോടൊപ്പം തന്നെ അനീഷയുടെ സഹോദരനും സമാനമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നുണ്ട്. കൊല്ലം ബാർ അസോസിയേഷനും കുറ്റക്കാർക്കെതിരെ നടപടി ഉടൻ വേണമെന്നാവശ്യപ്പെട്ട് രംഗത്തുണ്ട്. ഇന്ന് കോടതി നടപടികൾ കൊല്ലം ബാർ അസോസിയേഷൻ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ആരോപണ വിധേയരായ ആളുകളെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്നാണ് ബാർ അസോസിയേഷന്റെ തീരുമാനം. കൊല്ലം പരവൂർ മുനിസിപ്പൽ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷ കഴിഞ്ഞ ഞായറാഴ്ചയാണ് വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്തത്. കേസ് 2 ദിവസം പിന്നിട്ടിട്ടും ആരോപണ വിധേയർക്കെതിരായ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധവും വളരെ ശക്തമായി ഉയർന്നു വരുന്ന സാഹചര്യവുമുണ്ട്. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ബാർ അസോസിയേഷൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വിഷ്ണു, ഗുരുതരമായ ആരോപണം മാതാവിൻ്റെ ഭാഗത്ത് നടക്കമുണ്ടാകുകയും ചെയ്യുന്നുണ്ട് അനീഷയുടെ ആത്മഹത്യയിൽ. മിഥുൻ, അതോടൊപ്പം തന്നെ ഈ അന്വേഷണം ഇപ്പോൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? വിഷ്ണു, 2 ദിവസമായി ഇപ്പോൾ ഈ സംഭവം നടന്നിട്ട് ആരോപണ വിധേയർക്കെതിരെ പോലീസ് കേസെടുക്കുന്നില്ല എന്നുള്ള ഒരു വലിയ വിമർശനവും ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അനീഷയുടെ ഡയറി കുറിപ്പും ആത്മഹത്യയ്ക്ക് തൊട്ട് മുമ്പുള്ള 2 ദിവസങ്ങളിൽ അനീഷ എഴുതിയ 19 പേജുള്ള ഡയറി കുറിപ്പുകൾ പുറത്തു വന്നിരുന്നു. പോലീസിന് ഈ ഡയറി കുറിപ്പുകൾ സംബന്ധിച്ച് വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായി ചിലരുടെ പേരുകൾ സഹിതം എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ആത്മഹത്യ കുറിപ്പായിട്ട് തന്നെയാണ് പോലീസ് കരുതുകയും ചെയ്യുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എടുക്കുകയും ചെയ്തിരിക്കുന്നത് 19 പേജുകളാണ് ഈ ഡയറി കുറിപ്പിലുള്ളത്. അതോടൊപ്പം തന്നെ ആത്മഹത്യ ചെയ്യുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഈ അനീഷ സുഹൃത്തുക്കൾക്ക് അയച്ച വാട്സാപ്പ് സന്ദേശങ്ങളും പുറത്തു വന്നിരുന്നു. 5 വാട്സാപ്പ് സന്ദേശങ്ങളാണ് പുറത്തു വന്നത്. ഈ വാട്സാപ്പ് സന്ദേശങ്ങളും കൃത്യമായിട്ട് തനിക്ക് മാനസിക സമ്മർദ്ദം ഏൽക്കുന്നുണ്ട്, തന്നെ പരസ്യമായിട്ട് സഹപ്രവർത്തകർക്ക് മുന്നിൽ വെച്ച് മേലുദ്യോഗസ്ഥൻ അധിക്ഷേപിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തനിക്ക് മാനസിക പീഡനം സഹിക്കാവുന്നതിലും പരിധി കടന്ന് മുന്നോട്ട് പോകുന്നു, ആത്മഹത്യയിലേക്ക് പോകുന്ന സാഹചര്യമൊക്കെയാണ് ജോലി സ്ഥലത്ത് ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഈ വാട്സാപ്പ് സന്ദേശത്തിലും അനീഷ സുഹൃത്തുക്കളുമായി പങ്കുവച്ചിരുന്നത്. സമാനമായിട്ട് ആരോപണ വിധേയരായിട്ട് അവിടുത്തെ
ജോലി സ്ഥലത്തെ മേലുദ്യോഗസ്ഥർക്കെതിരെ ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഇവർക്കെതിരെ ഉടൻ നടപടി എടുക്കണമെന്നാണ് കൊല്ലം ബാർ അസോസിയേഷന്റെ ആവശ്യം. പക്ഷേ ഈ സംഭവം നടന്ന മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ആരോപണ വിധേയർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടില്ല. അനീഷയുടെ മേലുദ്യോഗസ്ഥനായ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷന്റെയും സഹപ്രവർത്തകരുടെയും മൊഴിയും എടുത്തിട്ടില്ല എന്നുള്ള വിമർശനവും ഉയർന്നു വരുന്നുണ്ട്. മതിയായ തെളിവുകൾ ശേഖരിച്ച ശേഷം മതി FIR-ൽ മാറ്റം വരുത്തുമെന്നാണ് പോലീസിന്റെ തീരുമാനം. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യവുമാണ് ശക്തമായി ഉയർന്നു വരികയും ചെയ്തത്. നിലവിൽ അസ്വാഭാവികമായ മരണത്തിനാണ് പരവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. വിഷ്ണു. ശരി, മിഥുൻ മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്.